കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മാനവും അഭിമാനവും മണ്ണടിഞ്ഞു പോയാൽ പിന്നീട് തല ഉയർത്തി നടക്കാൻ പറ്റില്ലെന്നും പറയാം. പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോടി വസു? ഇന്നലെ പറഞ്ഞതുപോലെ നിന്റെ ഈ ജീവിതം നശിച്ച് നായ നക്കിയതുപോലെ ആവൂടി. നിന്റെ മകൻ അനാഥനാവും. നിന്റെ അമ്മായിയും അമ്മാവനും പിന്നീട് ആത്മഹത്യ ചെയ്യും. വസു പിന്നെ നിന്നെ ദൈവത്തിന് മാത്രമല്ല, പിന്നെ നിന്റെ പുതിയ ഭർത്താവിന് പോലും നിന്നെ രക്ഷിക്കാനാവില്ല. അതുകൊണ്ട് എന്റെ വഴിക്ക് വരികയെന്നുള്ളതല്ലാതെ നിനക്ക് വേറെ മാർഗമൊന്നും ഇല്ല വസു. ഞാൻ ചോദിച്ചത് നീ തരുന്നതുവരെ ഈ വീട് വിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഇല്ല, പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നീ താളം ചവിട്ടാൻ നിന്നാ പണി കിട്ടാൻ പോകുന്നത് നിനക്ക് തന്നെയാ. അറിയാലോ നിനക്ക്, ഇല വന്ന് മുള്ളിന്മേൽ വീണാലും മുള്ളു പോയി ഇലയിന്മേൽ വീണാലും കേട് ഇലയ്ക്ക് തന്നെയാടി. രഘു, 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 ഇയാളിത് എവിടെ പോയതാ? എന്തുപറ്റി വസു? എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഒന്നുമില്ലേട്ടാ. ഇന്നലെ രാത്രി മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, തനിക്ക് എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ. അങ്ങനെയൊന്നുമില്ലേട്ടാ. താൻ എന്നോട് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? ഞാനറിയാതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പറയ്, ആ ആള് ഇവിടെയല്ലേ ഉള്ളത്?
എടാ ഭാസ്കർ മോനെ, ഏ എന്തു പറ്റിയടാ? ഇളയമേ, അയാളെ കണ്ടായിരുന്നോ? ഏതാളെ? അത് തന്നെ, ഇന്നലെ വീട്ടിലേക്ക് വന്നില്ലേ രഘുറാം? ഓ, രാവിലെ ബോധം തെളിഞ്ഞു, അത് ഞാൻ കണ്ടതാ. ചിലപ്പോ ഇനി തിരികെ പോയി കാണും. എന്നോട് സത്യം പറയാതെ അവൻ എങ്ങനെ പോവാനാ? എനിക്കറിയില്ലടാ. കണ്ണ് തുറക്കുന്നേ ഞാൻ കണ്ടതാ, പക്ഷെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. നടക്കാൻ പറ്റാത്തവൻ എങ്ങോട്ട് പോയി കാണും? ഈ തെമ്മാടി അതിനിടയ്ക്ക് എവിടെ പോയി തൊലഞ്ഞു? ഞാൻ ഉദ്ദേശിച്ചത്, ആ ആൾ ഈ വീട്ടിലുള്ളത് തനിക്ക് വളരെ ബുദ്ധിമുട്ടാണല്ലേ? താൻ വെറുതെ പേടിക്കണ്ട. അയാൾ ഇന്ന് തന്നെ ഇവിടുന്ന് പോകും. തനിക്ക് അയാൾ കാരണം ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷേ പ്രോബ്ലം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാടാ ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് താൻ വെറുതെ ടെൻഷൻ ആവരുത്. ബി കൂൾ. ഇതൊരു ചെറിയ കാര്യമല്ല ബോസ്, അവളുടെ മാനത്തിന്റെ പ്രശ്നമാണ്. താൻ ധൈര്യമായിട്ടിരുന്ന ഒരാളും തന്നെ ഭയപ്പെടുത്തില്ല. പക്ഷെ ഞാൻ ഭയപ്പെടുത്തൂടാ. എന്താ ആന്റി ടെൻഷനുള്ള പോലെ? അവൻ എവിടെ പോയെന്ന് അറിയില്ലല്ലോ. പുറത്തു പോയതാണോ? അവൻ എന്തോ ഒരു ഡീൽ ഉണ്ടെന്ന്. അത് കഴിയുന്നവരെ ഇവിടെ തന്നെ ഉണ്ടാവും പോലും. എന്നെ കൂടി സഹായിക്കുമെന്ന് ചോദിച്ചതാ. ആ സീക്രട്ട് എന്താന്ന് അയാൾ പറഞ്ഞോ? അവന്റെ ഡീല് കഴിഞ്ഞ ശേഷം പറയാന്ന്. എന്ത് ഡീലാണത്? എന്ത് കുന്താന്ന് അവനെ അറിയൂ. എങ്ങോട്ടാ പോയെന്നറിയാതെ ഞാനിവിടെ ടെൻഷൻ അടിച്ചിരിക്കുക. തെമ്മാടി. സമാധാനിക്ക ആന്റി, അയാൾ ഒരു വലിയ ഫ്രോഡാണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും. ഓക്കെ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. അതെ വസുന്ധര, എന്താ ഇത്രയും ടെൻഷനായിരിക്കുന്നത്? ഈസ് എവറിത്തിങ് ഓക്കെ? ആ പിന്നെ ഞാൻ ടവൽ എടുക്കാൻ മറന്നു. താങ്ക് യു. താൻ ഓക്കെ ആണല്ലോ? നിന്റെ ഭർത്താവ് നിനക്ക് നല്ല ധൈര്യം തരുന്നുണ്ടല്ലോടി. പക്ഷെ നീ പറഞ്ഞ കള്ളം ഞാൻ അവനോട് പറഞ്ഞാൽ അവന്റെ ഹൃദയം തകർന്ന് തരിപ്പണമാവുമല്ലോടി. പാവം, അവൻ നല്ലവനാണെന്ന് തോന്നുന്നു. ഇതുപോലുള്ള നല്ല ആൾക്കാരെ പറ്റിക്കാൻ വളരെ ഈസിയാണ് വസു. അവൻ അറിയാതെ, മറ്റാരും തന്നെ അറിയാതെ നമുക്ക് ഒരുമിക്കാൻ വസു. നീ ഇനി എന്തൊക്കെ വിചാരിച്ചാലേ എനിക്കൊരു നാണക്കേടും ഇല്ല വസു. നന്നായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. എന്റെ കൂടെ സ്വർഗത്തിലേക്ക് വരുന്നോ അതോ നിനക്ക് നരകത്തിലേക്ക് പോണോ, അത് നിന്റെ ഇഷ്ടം. ഇവനെന്താ വസുവിന്റെ റൂമിൽ നിന്ന് പുറത്തു പോകുന്നത്? ആ വസുന്ധര,
ആരെങ്കിലും ഇവിടെ വന്നായിരുന്നോ? ഇല്ല ഏട്ടാ. ആരോ സംസാരിക്കുന്ന പോലെ തോന്നി. ഇങ്ങോട്ടാരും വന്നില്ലല്ലോ. ഓ, ഇറ്റ്സ് ഓക്കെ. അയ്യോ അമ്മേ. ആരോടും പറയാതെ ഇവനിത് എങ്ങോട്ടാ പോയത്? എടാ ഭാസ്കർ മോനെ, ആ രഘുവിനെ കണ്ടു കിട്ടിയോ? ഇല്ല ഇളയമ്മേ. ഇളയമ്മ കണ്ടായിരുന്നോ? ഞാൻ കണ്ട പിന്നെ എന്തിനാണ് നിന്നോട് ചോദിക്കുന്നേ? ഇവരിത് ആ കള്ളത്തെമ്മാടി എവിടെ പോയിന്ന് അറിയില്ലല്ലോ. എന്റെ ദൈവമേ, ഇവിടെ തന്നെ കിടക്കുകയാണോ? നിന്നെ കാണാനില്ലെന്നും പറഞ്ഞ ഈ വീട് മൊത്തം തേടി ടെൻഷനിലിരിക്കുക. എടാ ഭാസ്കരേ, ഇങ്ങോട്ട് വേടാ, റൂമിൽ തന്നെ ഉണ്ട്, വാ. രഘു, എടാ രഘു, ഇത്രയും നേരം നീ എങ്ങോട്ടാടാ പോയത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്താ ബ്രദർ, ഇത്രയും നേരം എങ്ങോട്ടാ പോയത്? ഞാൻ വന്ന് നോക്കിയപ്പോ നിങ്ങൾ റൂമിലില്ലായിരുന്നല്ലോ. ഞാൻ ബാത്റൂമിൽ പോയതാ ചേട്ടാ. ബാത്റൂമിലായിരുന്നോ നീ? നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ വീട് മൊത്തം തേടി. ശരി, വാ പോവാം. എങ്ങോട്ടാ ചേട്ടാ? നിങ്ങളുടെ വീട്ടിലേക്ക്. ചേട്ടാ, കൈക്ക് നല്ല വേദനയുണ്ട്, നല്ല ക്ഷീണമുണ്ട്. എന്നാ പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോവാം. ചേട്ടാ, അങ്ങനെയല്ല ചേട്ടാ. വേദനിക്കുന്നു, ടയർഡാന്ന് പറയല്ലേടാ. റെസ്റ്റ് എടുക്കട്ടെ അവൻ. അങ്ങനെയല്ലേ ഇളമേ? എന്തു ചേട്ടാ? ഞാൻ ഇയാളെ വീട്ടിൽ കൊണ്ടാക്കാന്ന് വിചാരിക്കാപ്പി. അപ്പൊ കൊണ്ടുപോ. അയ്യോ, ഇവൻ പോയ സത്യം അറിയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എന്ത് ചെയ്യും? എന്റെ വീട്ടിൽ എന്നെ നോക്കാൻ ആരും ഇല്ല ചേട്ടാ. എന്റെ കല്യാണവും കഴിഞ്ഞിട്ടില്ല. അമ്മയും അച്ഛനും ഒക്കെ നേരത്തെ മരിച്ചുപോയി. അയ്യോ, ഉള്ളത് ഒരേ ഒരു ചേച്ചിയാ. ഭർത്താവ് ഉപേക്ഷിച്ചതുകൊണ്ട് അവളിപ്പോ ബാംഗ്ലൂരിൽ സെറ്റിൽഡാ. ട്രീറ്റ്മെന്റിനുള്ള കാശൊക്കെ അടച്ച് നിങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാം. കാര്യങ്ങളൊക്കെ നഴ്സുമാര് നോക്കും. ഹോസ്പിറ്റലിൽ എനിക്ക് തീരെ ശരിയാവില്ല ചേട്ടാ. എനിക്ക് ഡോക്ടർ നേഴ്സ് എന്നൊക്കെ പറഞ്ഞാലേ ഭയങ്കര പേടിയാ. പാവം, അവൻ നമ്മളോട് അപേക്ഷിക്കല്ലേ. ഇന്നൊരു ദിവസം ഇവിടെ കിടന്നിട്ട് റെസ്റ്റ് എടുത്ത് പോയിക്കോട്ടെ. അതെ ചേട്ടാ, എന്റെ ക്ഷീണമൊക്കെ മാറിയാലുടൻ തന്നെ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ഞാൻ പോയിക്കോളാം ചേട്ടാ. നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ കൊണ്ടുപോവാം. അവിടെ താൻ പേടിക്കൊന്നും വേണ്ട. കേട്ടോ, സാറില്ല. അതല്ല ബി, നമ്മൾ കാരണം ഒരു തെറ്റ് സംഭവിച്ചു. അത് നമ്മൾ തിരുത്തുന്നത് വരെ ഒഴിവാക്കാൻ പാടില്ല. ഓക്കെ, റെസ്റ്റ് എടുത്തിട്ട് പോയിക്കോളൂ. നന്ദി ചേട്ടാ. നിങ്ങൾക്ക് നന്ദിയുണ്ട് ചേട്ടാ. ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ നന്നാവുമായിരുന്നല്ലോ. ഇവിടെ നിങ്ങൾ ആര് നോക്കാനാ? ഞാൻ നോക്കിക്കോളാം മോനെ. നീ ചെല്ല് ചെല്ല്, ഞാൻ നോക്കിക്കോളാം. എന്താടാ എന്നോട് താങ്ക്സ് പറയാത്തെ? നിങ്ങൾക്ക് എന്തിനാ താങ്ക്സ് പറയുന്നേ? ഞാൻ പറഞ്ഞതുകൊണ്ടാ നീ ഇവിടെ കിടക്കുന്നത്. അതെ,
നിന്റെ കയ്യിലുള്ള സീക്രട്ട് അറിയാൻ വേണ്ടിയാ ഞാനിപ്പോ നിന്നെ രക്ഷിച്ചത്. പക്ഷെ നീ എന്തിനാ ഇവിടെ തങ്ങുന്നേ? നിങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയണോ അതോ ഈ ചോദ്യത്തിന് ഉത്തരമാണോ വേണ്ടത്? രണ്ടും നിനക്ക് പറഞ്ഞൂടെ? ഏതെങ്കിലും ഒന്ന് മാത്രം ഞാൻ പറയും. അപ്പൊ സത്യം എന്താണെന്ന് പറ. ഞാൻ പോകുന്നതിന് മുന്നേ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഇപ്പൊ പറഞ്ഞാ വല്ലതും നഷ്ടപ്പെടൂ? പിന്നെ പറഞ്ഞാലും നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. നീ ആളൊരു ഭയങ്കരം തന്നെയാടാ. അത് പോട്ടെ, നിന്റെ ഡീൽ എന്തായി? അതിനാണല്ലോ ഇവിടെ ഇരിക്കുന്നേ. എന്തോന്ന്? അതെ, ആ കാര്യത്തിന് വേണ്ടി ഇവിടെ ഇരിക്കുന്നു എന്നാ പറഞ്ഞേ. ആ സീക്രട്ട് എന്താണെന്ന് നീ പറയാതെ പോയാ ഞങ്ങളുടെ അബിയുടെ സ്വഭാവം നിനക്ക് അറിയാലോ. അവനോട് പറഞ്ഞ് നിനക്ക് പണി വാങ്ങിത്തരും. പിന്നെ എണീക്കാൻ പറ്റാത്ത അവസ്ഥയില് നിന്നെ കിടത്തോടാ. ഇവരൊരു ശല്യമായല്ലോ. വസു എന്തിനു വേണ്ടിട്ട് അങ്ങനെ കള്ളം പറഞ്ഞത്? വസുവിനും അയാൾക്കിടയിൽ എന്താ സംഭവിച്ചത്? അയാളെ കണ്ട് വസു എന്തിനാ ഇത്രയും പേടിക്കുന്നത്? ചേച്ചി, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? കുട്ടികൾക്ക് കൊടുക്കണം. എന്താ ചേച്ചി ഒന്നും പറയാതെ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നേ? എന്തു പറ്റി ചേച്ചി? എന്നെ ചേച്ചിന്ന് വിളിക്കണ്ട. ചേച്ചി അങ്ങനെ എന്നെ വിളിക്കണ്ടെന്നല്ലേ പറഞ്ഞത്? അതിനും മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത ചേച്ചി? നീ ഒരു തെറ്റും ചെയ്തില്ലേ? അയാള് നിന്റെ റൂമിൽ എന്തിനാ വന്നത്? റൂമിൽ ആരും വന്നില്ലെന്ന് അബിയോട് എന്തിനാ കള്ളം പറഞ്ഞത്? അയാളെ കണ്ട് നീ എന്തിനാ ഇത്രയും പേടിക്കുന്നത്? നിനക്കും അയാൾക്കും ഇടയിൽ എന്ത് പ്രശ്നമാ ഉള്ളത്? ചേച്ചി, എനിക്ക് നിന്നെ ഒരു സംശയമില്ല വസു. നീ എങ്ങനെയുള്ളവളാന്ന് എനിക്ക് അറിയേണ്ട കാര്യവുമില്ല. നീ എന്തിനാ അയാളെ പേടിക്കുന്നെന്ന് പറ. എന്ത് കാര്യം പറഞ്ഞ അയാൾ നിന്നെ ഭയപ്പെടുത്തുന്നത്? എന്ത് പറഞ്ഞ നിന്നെ വിരട്ടുന്നത്? പറ വസു. എന്നെ ചേച്ചിയായിട്ടാ കാണുന്നെങ്കിൽ സത്യം പറ വസു. പറയാം ചേച്ചി. എന്റെ മനസ്സിലുള്ള കാര്യത്തെ ആരെങ്കിലും ഒരാളോട് പറഞ്ഞു തീരുമെന്ന് ആ ഭാരം ഇറക്കി വെച്ചേ മതിയാവൂന്ന് ഒരുപാട് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു. പറയണമെന്ന് വിചാരിക്കുമ്പോ ധൈര്യമില്ലാതെ അത് പറയാൻ പറ്റാതെ പോവും. അതെനിക്ക് ഒളിച്ചു വെക്കാൻ പറ്റാതെ ഞാൻ വിഷമിക്കുക. ചേച്ചി, എന്റെ മനസ്സിലെ വേദന ചേച്ചി കൊണ്ട് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ. എന്റെ പ്രശ്നങ്ങളെ ചേച്ചിക്ക് മാത്രമേ പരിഹരിക്കാൻ കഴിയൂ. എല്ലാരും പറയുന്ന പോലെ ഞാനൊരു വിധവയല്ല. ഞാൻ ഡിവോഴ്സ് ആയതാ.
ഞാൻ വിധവയല്ലെന്നാ പറഞ്ഞത് ചേച്ചി. എന്റെ ആദ്യത്തെ ഭർത്താവ് മരിച്ചിട്ടില്ല ചേച്ചി. അയാളെപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങളെ വിവാഹം ചെയ്തതിന് ശേഷം പിരിഞ്ഞവരാ ചേച്ചി. എന്താ വസു, ഇത്രയും വലിയൊരു കാര്യം ഇപ്പോഴാണോ നീ പറയുന്നത്? ഇങ്ങനെ ഒരു സത്യം നീ എന്തിനാ മറച്ചു വെച്ചത്? അങ്ങനെയല്ല ചേച്ചി. സത്യം പറഞ്ഞ രണ്ടാമത്തെ വിവാഹം കഴിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അമ്മയും അച്ഛനും നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചതാ. താലി കെട്ടുന്നതിന് കുറച്ച് സമയം ബാക്കിയുള്ളപ്പോഴാണ് അമ്മയും അച്ഛനും ഈ കാര്യം എന്നോട് പറഞ്ഞത്. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുപോയി. കുറച്ചു നാളേക്ക് സത്യം മറച്ചു വെച്ചിട്ട് നീ കല്യാണത്തിന് സമ്മതിക്കുമോളെ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ ചേച്ചി. അവരോട് കള്ളം പറഞ്ഞും പറ്റിച്ചും ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞതാ ഞാൻ. പക്ഷെ അവരത് കേട്ടില്ല. എന്റെ ആദ്യത്തെ കല്യാണം ഒരു ദുസ്വപ്നമായിരുന്നെന്നും എന്റെ ആദ്യ ഭർത്താവ് ജീവനോടുണ്ടെങ്കിലും മരിച്ചു പോയതായി കാണുമെന്നും പറഞ്ഞു. ഇപ്പൊ ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഒരു പക്ഷേ പിന്നെ ഒരിക്കലും വിവാഹം നടക്കാതെ എന്റെ ജീവിതം നശിച്ചു പോകുമെന്നും പറഞ്ഞു. ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്ന് അച്ഛനും അമ്മയും എന്നോട് കേണപേക്ഷിച്ചു. അവരെന്റെ കൈ പിടിച്ച് രണ്ടുപേരും എന്റെ മുന്നിൽ കൈകൂപ്പി നിന്നു. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവരെന്റെ മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞു. നിനക്ക് വേണ്ടി ഞങ്ങളുടെ മകനെ ഞങ്ങൾ ഉപേക്ഷിച്ചു. നമ്മുടെ നാടിനെയും ബന്ധുക്കളെയും എല്ലാവരെയും വിട്ടിട്ട് വന്നു. എന്തെല്ലാം അപമാനങ്ങൾ സഹിച്ചു, എന്തെല്ലാം പഴിചാരലുകൾ കേട്ടു. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഞങ്ങളുടെ അഭിമാനവും അന്തസ്സും എല്ലാം നീ കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോവാ. ഈ കല്യാണം നടന്നില്ലെങ്കിൽ അത് തന്നെ സംഭവിക്കും. പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. എന്റെ സന്തോഷത്തിന് വേണ്ടി അവരെന്നങ്ങനെ ചെയ്തത്. അവര് ജീവനോടെ ഇരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ വിവാഹം ചെയ്തത്. അങ്ങനെയാ ഞാൻ ഈ വീട്ടിലേക്ക് വന്ന്. ഒരു ഭാഗത്ത് താല്പര്യമില്ലാതെ വിവാഹം കഴിക്കുന്നതിന്റെ ദേഷ്യവും വെറുപ്പുമായിരുന്നു. മറുഭാഗത്ത് ഒരു കുടുംബത്തെ പറ്റിച്ച് വിവാഹം ചെയ്യുന്നതിന്റെ വേദനയും. ഇതെല്ലാം എന്നെ ഓരോ ദിവസവും പിന്തുടരുക.